ഹലോ, രാവിലത്തെ തിരക്കുകൾക്കിടയിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചട്നിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത വലിയൊരു തക്കാളി ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് താഴെയായിട്ട് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. അതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാളയുടെ 1/4 ഭാഗം പൊടിയായിട്ട് അരിഞ്ഞതും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മാവ് തയ്യാറാക്കിയെടുക്കണം. ആദ്യം 1/4 കപ്പിന് താഴെയായിട്ട് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ തയ്യാറാക്കുന്നതിനേക്കാൾ ഒരിത്തിരി ലൂസായിട്ട് വേണം ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എന്നാൽ നീർദോശ തയ്യാറാക്കുന്നത് പോലെ അത്രയും ലൂസായി കിട്ടരുത്. രാവിലെ വീടുകളിൽ പലപ്പോഴും നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പരത്താതെയും കുഴക്കാതെയും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് 15 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ തീരെ പൊടിയായിട്ടരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടി ചേർക്കാവുന്നതാണ്. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്നും തീരെ വലിപ്പം കൂടരുത്, കാരണം ആ സമയത്ത് നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയില്ല. ഗോതമ്പ് പൊടി തീരെ കട്ടയട്ടാതെ ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ കുറച്ചുകൂടി മല്ലിയില ചേർത്തിട്ടുണ്ട്. തീരെ കട്ടയില്ലാതെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒരേപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. മാവ് പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒരൽപ്പം കുറച്ച് ഇതുപോലെ 1-2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ ദോശ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് ചുറ്റി പരത്തിയെടുക്കാം. 30 സെക്കൻഡിന് ശേഷം ഇനി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി അടപ്പ് തുറന്നതിനു ശേഷം വേണമെങ്കിൽ മാത്രം മുകളിൽ ഒരൽപ്പം നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. താഴെ ഒന്നുകൂടെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ദോശ ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഈ ഒരു ദോശ നല്ല സോഫ്റ്റും കൂടെയാണ്. നമ്മൾ ഓരോ ദോശയും ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ചും കൂട്ടിയും കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ വളരെ ചെറുതാക്കി പൊടിയാക്കി അരിയാനും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ മുഴുവൻ മാവും വെച്ച് ഇതുപോലെ തന്നെ നല്ല ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചട്നിയിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അരച്ചെടുത്ത ചട്നി സെർവ് ചെയ്യാനായിട്ടുള്ള ബൗളിലേക്ക് മാറ്റാം. നമ്മൾ അരച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി, പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.